ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ യൂട്യൂബിലെ ചങ്കുമാർക്ക് എൻ്റെ വിളവെടുപ്പ് കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വിളവെടുപ്പ് ഓരോന്നോരോന്ന് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരാൾക്കെങ്കിലും അത് കണ്ടിട്ട് ഇനിയും നട്ടുപിടിപ്പിക്കാനുള്ള ഒരു താല്പര്യം വന്നാലോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം വരി, നമുക്ക് വിളവെടുക്കുന്നത് കാണാം. ഓരോന്നോരോന്ന് കാണിച്ചു തരും ഞാൻ കേട്ടോ. എന്നാൽ വരി, ഫസ്റ്റിൽ തന്നെ ഞാൻ വിളവെടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചീര. നോക്കിയിട്ട് കളറ് ഭയങ്കര ഇഷ്ടമാണ്, കട്ട ചുവപ്പ് ചീര. ഞാൻ ഫസ്റ്റിൽ മാഷാ അല്ലാഹ് എന്തൊരു നല്ല കളറ് എന്നറിയത്, നല്ല ഉണ്ടായും ചെയ്തിട്ടുണ്ട്. നമ്മളെ കരിയില കമ്പോസ്റ്റിൻ്റെ പവറാട്ടോ ഇത് ഇങ്ങനെ ഉഷാറാവാൻ കാരണം. ഒക്കെ ജൈവാണല്ലോ, അത് പച്ച എന്നാലും ഇത് നല്ല ഉഷാർ. ഞാൻ ഒരു ഗ്രോ ബാഗിൽ 4 വെച്ച് നട്ടതായിരുന്നു. 2 മതി, ഇത് നീ തിങ്ങും. ഇത് നമ്മൾ വിളവെടുക്കും തോറും ചുറ്റും ശാഖകളുണ്ടാവും. ഇത് എവിടെ എത്തിയിട്ടൊന്നുമില്ല. ഒരു തോരന് കിട്ടിയില്ലയോ, എന്തൊരു ഭംഗിയാലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. പച്ചച്ചീരയും പൊന്നാങ്കണ്ണിയും ഒക്കെ ഉണ്ട്, ഞങ്ങളെ കാണിക്കൂ. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് പാകിയത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇനിയും നടാൻ പോവുക. ഒരു തൈ പോലും നഷ്ടപ്പെട്ടില്ല, കണ്ടോ. ഭയങ്കര ഇഷ്ടമായി. കാണുമ്പോൾ നമ്മളിത് എത്ര ചുവപ്പ് തോന്നുന്നില്ല, വലുതായി നനച്ചാൽ ഭയങ്കര ചുവപ്പാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ പച്ചമുളക് ഉണ്ടായത്. എന്താ അത് സാധാ മറ്റേ മുളകല്ലത്, ഇത് റോക്കറ്റ് മുളക് അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഭയങ്കര എരിവാ, നല്ല ടേസ്റ്റുവാ. സമയം വഴുകി ഇത് വിളവെടുക്കാൻ. എടുക്കാൻ സുഖമാട്ടോ, ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ അത് വേഗം കിട്ടുന്നുണ്ട്. അതിനൊന്നും ഇങ്ങനെ അങ്ങോട്ടാക്കിയാൽ കിട്ടും. ഫുള്ള് എടുത്താൽ നമ്മൾ കുടുങ്ങും, കാരണം വാടിപ്പോവും. ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് ഇതൊക്കെ മൂത്തിക്ക് തോന്നുന്നത് ഇതൊക്കെ വിത്തിന് വെക്കാന്ന് തോന്നിയില്ലാന്നേ ഉള്ളൂ. നല്ല മൂത്തിക്ക് ഞാൻ കുറേ ചാക്ക് നട്ടതല്ലേ നിങ്ങൾ കണ്ട്. ഞാൻ കുറച്ച് നിലത്തും നട്ടിന് കേട്ടോ. നിലത്ത് നട്ട് ഇതാ ഉഷാറാകുന്നു. ഇതൊക്കെ കുഞ്ഞി പ്രായ. ഇതിൻ്റെ തൈ ഉണ്ടായതൊക്കെ ഞാൻ കാണിച്ചതാട്ടോ നിങ്ങൾക്ക്. ഇത് എവിടുന്നാണ് എനിക്ക് തൈ കിട്ടിയെന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ കുഞ്ഞി പ്രായക്കാരാ, പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് പാൽച്ചേമ്പാ. പിന്നെ ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ആരെങ്കിലും പാൽച്ചേമ്പ് പൂവിട്ട് കണ്ടിട്ടുണ്ടോ? ഈ ചെറിയ കുഞ്ഞി ചേമ്പില്ലേ, അത് പൂവിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഈ ചെടിൻ്റെ വലിപ്പം പോലെ തന്നെ പൂവും, ഭയങ്കര പൂവ്. ഈ തണ്ട് ഉണ്ടല്ലോ, ഈ തണ്ടൊക്കെ തോരൻ വെക്കാൻ ഫസ്റ്റാ. തണ്ട് ചേമ്പിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ തണ്ട് നല്ലതാ. അതിന് പറ്റിയ തണ്ട, വലുപ്പമുള്ള. വേഗം മുറിക്കുക, കണ്ടില്ലേ ഉഷാറാ. ഒന്നും കൂടി വെട്ടിയെടുക്കട്ടെ, ഇതും കൂടെ. കാരണം ഇത് ഊക്ക് കൂടിയിട്ട് ഇവിടെ തണലായിപ്പോയി. എന്താ വെയിറ്റ് തണ്ടിനെന്നെ. ഇതൊക്കെ ഇവിടെ വളമായി മാറിക്കോട്ടെ. ഞാൻ ഒരാൾ പറയുന്നത് കേട്ടിന്, ഇതന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്താൽ നല്ല കേങ്ങുണ്ടാവുന്നുള്ളു. എന്താ 3 തണ്ടങ്ങ് വെട്ടിയെടുത്ത്. ഇത് പൊന്നാങ്കണ്ണി ഇതല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ പൊന്നാങ്കണ്ണി പല വിധമുണ്ട്. ഇന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പൊന്നാങ്കണ്ണിയായത്. അതുപോലെ കുടുംബത്തിൽപ്പെട്ട തന്നെ. പിന്നെ എന്നോട് പറഞ്ഞു പൊന്നാങ്കണ്ണി ഒന്ന് അടുത്തുനിന്ന് കാണിക്കുമെന്ന്. ഇതാട്ടോ സംഭവം. അടുത്തുനിന്ന് ചെറിയ പൂക്കൾ ഉണ്ടാകുന്നതാണെന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ? അതന്നെ ഇത്. ഒന്ന് അടുത്തുനിന്ന് കാണിക്കുമോ? ഇതെന്താ ആദ്യമായിട്ട് കാണുകയാണ്, ഇതെന്തിനാ പറ്റുകയെന്നൊക്കെ ചോദിച്ചവരുണ്ടല്ലോ. ഇത് നല്ല ടേസ്റ്റ് അതിന് തോരന്. പിന്നെ ഇതിൻ്റെ ഗുണത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പേര് പോലെ തന്നെ കണ്ണിന് പൊന്ന. പ്രായം കൂടുന്തോറും കണ്ണിന് മങ്ങൽ വരുമ്പോൾ ഇതങ്ങ് കഴിച്ചാൽ മതി. ദിവസവും പകൽ പോലും നക്ഷത്രത്തെ കാണുന്ന അതിൻ്റെ പരസ്യം അത്രക്കും ഗുണമെന്നാ പറയുന്നത്. ഇപ്പോൾ അടുത്തുനിന്ന് കണ്ടില്ലേ, കുഞ്ഞി പൂവ്. ഈ പൂവ് എന്നോട് ചോദിച്ചിരുന്നു കമൻറ്റിൽ, ഇങ്ങനെ പൂവുണ്ടെന്ന് അതാണോ ഇത്, ഒന്ന് അടുത്തുനിന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചിരുന്നു.
ഇതിങ്ങനെ നീളത്തിലങ്ങ് ഇതെങ്ങനെ ഉണ്ടാവും, എറിഞ്ഞു കൊടുത്താൽ മതി. ഇത് വെള്ളത്തിൽ കുത്തിയാൽ പെട്ടെന്ന് വേര് പിടിക്കും. ഞാനിത് വെർട്ടിക്കലായിട്ടൊക്കെ നട്ടിന്, കുപ്പിയിൽ ഇങ്ങനെ കുത്തി കുത്തി അതൊക്കെ അങ്ങനെ ഞാൻ കൂടുതൽ വിളവെടുത്ത് ചുറ്റും നട്ടിട്ടേ എനിക്കിവിടെ വിളവെടുക്കുവാൻ പേടിയാ, ചവിട്ടി പോവുക. നിറച്ചും നടിയും വടി ഓരോന്ന് നട്ടിട്ട് ചെടി ഭ്രാന്ത് ഉണ്ടായാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നിറച്ച് നടു, എന്നിട്ട് നടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പുല്ലതിൻ്റെ ഇടയിൽ പറിച്ചു കൊടുക്കണത് എല്ലാം കൂടി കഴിയേണ്ടത്. കുറേ തരം ചീര ഉണ്ടെന്ന് വിളവെടുക്കുന്നത്, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും വിളവെടുക്കില്ല, കുറച്ചേ എടുക്കുള്ളൂ, ഒക്കെ വാടിപ്പോവും. നമ്മളെ മുറ്റത്തുള്ള തന്നെ നമ്മൾ വെറുതെ വിളവെടുത്ത് കൊണ്ടൊക്കെണ്ടല്ലോ. ഇപ്പം അടുത്തുനിന്ന് കണ്ടല്ലോ, എത്രയോ ആൾ ചോദിച്ചിരുന്നു അടുത്തുനിന്ന് കാണിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് അടുത്തുനിന്ന് കാണിച്ച്. എന്താ ഇത് വെട്ടുതോറും ശാഖ നിറച്ചും ഉണ്ടാവും. കണ്ടില്ലേ നിത്യവഴുതന, വള്ളിൻ്റെ ഉള്ളിലായിട്ട് കാണിച്ചതാ. നിത്യവഴുതനൻ്റെ ഉള്ളിലൊരു വിത്തുണ്ടാകുക, ഈ തടിച്ച ഭാഗത്തൊരു വിത്തുണ്ടാവും. അത് കറുപ്പ് കളറാകുമ്പോൾ അത് നട്ടാൽ നന്ന ഉഷാറായിട്ടുണ്ടാവും. എവിടേക്കോ ഇതിൻ്റെ വള്ളി പോയത്, വെയിൽ കിട്ടുന്നതിനനുസരിച്ച് പോവുമല്ലോ. അങ്ങനെ പോയിട്ട് ഞാനും അതിനനുസരിച്ച് പോകണോ, വിളവെടുത്തുകൊണ്ട്. എന്താ അല്ല നല്ല സൂപ്പറാ. ഓരോ ഉണ്ടയിൽ തന്നെ ഉണ്ടാവും കുറേ. വേഗം കിട്ടും, മൂപ്പ് കുറഞ്ഞ്. മൂത്ത ഒന്നിനും പറ്റൂല, പിന്നെ വിത്തിനേ പറ്റും. അതുകൊണ്ട് ആകുന്ന വിളവെടുത്തോളൂ വേഗം. പിന്നെ വിത്തുമാണല്ലോ നമുക്ക്, വേഗം തീരും കേട്ടോ. വിത്ത് നിത്യവഴുതന ഇതുവരെ കഴിച്ചില്ല എന്ന് പറയുന്ന കുറേ ആളുണ്ട് നമ്മളെ കുടുംബത്തിൽ, നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ. ആദ്യമായിട്ട് കാണുകയാണ്. എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എത്തിച്ചേരുക? എൻ്റെ അടുത്ത് ഉണ്ടേനു, നേഴ്സറി പോയാൽ അതിൻ്റെ വിത്ത് കിട്ടുമോ അത് ചോദിച്ചാൽ അങ്ങ് കൊണ്ടുപോകുന്ന നാട്ടിൽ എത്ര പെട്ടെന്നുണ്ടാവും. എന്താ അതിൻ്റെ ഷേപ്പ് നല്ല രസമുള്ള ഷേപ്പാ. ഞാൻ ഫുള്ള് വിളവെടുക്കട്ടെ, എന്ത് കാണിക്കാം. ഇവിടെ ഒരു അടുങ്ങുള്ള സ്ഥലമാണ്. ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൂവ് ഇടും കേട്ടോ, നിറച്ച് പൂവ് വന്നിട്ടുണ്ട്. അത് ഞാൻ എപ്പാ കാണുന്നതിൻ്റെ പച്ചച്ചീര വേഗം പറിച്ചു കൊടുക്കണം. അന്നതിനെ പൂ വന്നാൽ എന്താ കുഴപ്പമെന്നറിയോ, പിന്നെ വളർച്ച മുരടിച്ചു പോകുക. എനിക്ക് ഓരോ തിരക്ക് കാരണം പറിക്കുന്നതിൻ്റെ ഇടയിൽ പുല്ലും പറിച്ച് കളിയാ. എന്താ നോക്കുക, നല്ല ഉഷാറായിന്. ഇവർക്ക് നല്ല നന കിട്ടണം, വെയിലും നനയും എല്ലാവർക്കും വേണ്ട തന്നെ. എന്താ ഇവിടൊക്കെ ഉണ്ട് വിളവെടുക്കാൻ. ഇതൊക്കെ പൂ വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇളമ തന്നെയാണ്. പൂവ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. നമ്മളൊരു വളവും ചേർക്കാതെയാണല്ലോ നനച്ചുണ്ടാക്കിയല്ലേ നമുക്ക് പച്ച തന്ന. നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഈ ചീരവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് എത്ര നല്ലതെന്നറിയോ. ഞാൻ ഫുള്ള് വിളവെടുക്കട്ടെ. ഇതെല്ലാം പൂവൊന്നു പോയിട്ടോ, താമസിച്ചു വിളവെടുക്കാൻ. എന്താ ഇത്ര പോരെ, നമ്മളിപ്പോൾ എന്തെല്ലാം വിളവെടുത്ത്. ഇതൊക്കെ ഇങ്ങനെ ഉള്ളി കൊടുക്കണ്ടീനു. ഇതാ അടുത്ത് ക്യാബേജ് കണ്ടോ ഉണ്ടായത്. ഇത് നിലത്താണ് നട്ടത്. നമ്മൾ ക്യാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ തണ്ട് ഇവിടെ വെക്കണം കേട്ടോ, എന്നാൽ പിന്നെ ചുറ്റും ക്യാബേജിൻ്റെ തൈ വന്നോളൂ. എന്താ കണ്ടോ, ഞാൻ വിളവെടുക്കട്ടെ. എന്താ അടിപൊളി. ഒന്നിങ്ങനെ കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ വലുപ്പം കാണോ, വെളിച്ചത്ത്. നല്ല ഭീമന വലുതാ, ഒന്ന് മതി.
ഒന്നെ 4. ഇനി ഞാൻ എന്താ ഇതെല്ലാം വെട്ടിക്കളയും. ഇതൊക്കെ നമുക്ക് തോരൻ വെക്കാം, നല്ലതാ, ഒരു കേടുമില്ല. എന്താ ഇനി അത് ഇവിടെ വെച്ചാൽ എന്താ ഇതിനി ചുറ്റും തൈകളുണ്ടാവും കേട്ടോ. അവിടെ നിന്നോട്ടെ. തക്കാളി നോക്ക് എത്രയാ പഴുത്തത്. എന്താ പഴുത്ത് വീണുപോയി. ഇത് കുറേ പറിച്ച് പഴയതായതാ. അന്നത്തിനേക്ക് നമ്മൾ പുതിയത് നടണം കേട്ടോ, എന്നാലേ നമുക്ക് ഞാൻ തുടർച്ചയായിട്ട് കിട്ടുള്ളൂ. ഉള്ളിത്തണ്ട് ഭയങ്കര ടേസ്റ്റാ. അപ്പോൾ ഇത്ര മതിയല്ലോ നമുക്കൊരു പെരിക്ക്. ഇതാ ഇങ്ങനെ ഉള്ളിത്തണ്ടും വിളവെടുത്തു. ഞാനേ കുറ്റിക്കുരുമുളക് കറി വെക്കുമ്പോൾ മാത്രം ഓരോന്ന് വിളവെടുക്കലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം വിളവെടുക്കുന്നില്ല. കണ്ടോ എൻ്റെ കുറ്റിക്കുരുമുളക് എത്ര വിളവെടുത്ത് ഞാനെന്നറിയാം. അതിന്ന് എന്താ കണ്ടില്ലേ, കുനിഞ്ഞെന്ന് പറിക്കണം, അത്രക്കുവാ. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എൻ്റെ ചീരച്ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്തൊരു ടേസ്റ്റ് അതിൻ്റെ തോരനെന്നറിയോ. ഇപ്പം നോക്കുമ്പോൾ വിളവെടുത്തിട്ട് കുറേ ആയിപ്പോയി. പിന്നെ ഇതെന്തിനാ നമ്മളെ മുറ്റത്തുള്ള പറിച്ച് വാട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വാടിപ്പോണ്ടല്ലോ, ആവശ്യം വരുമ്പോൾ വിളവെടുത്താൽ മതിയല്ലോ. അപ്പം ഇത് അവിടെ വെച്ചതാ. ഫസ്റ്റിൽ പൊന്നാങ്കണ്ണി, തക്കാളി, നിത്യവഴുതന, ചുവന്ന ചീര, തണ്ട്, ഇവിടെ പച്ചമുളകും ഉണ്ട് കേട്ടോ, കാബേജ്, ഇതാ ഒരു കൊല മൂപ്പെത്തുന്നേ ഉള്ളൂ. തോരന് ഫസ്റ്റാ, കുറേയൊക്കെ കൊടുക്കാലോ. ഹൈ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ എന്ന് ഞാൻ വിളവെടുത്തത്? തക്കാളി, പൊന്നാങ്കണ്ണി, ഉള്ളിത്തണ്ട്, നിത്യവഴുതിന, പച്ചമുളക്, കാബേജ്, ചുവന്ന ചീര, പച്ചച്ചീര, ഒരു കൊലയും. ഇന്ന് ഇത്രേ വിളവെടുത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, കൂടുതലായി പോകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെയാണ്. ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് എല്ലാവരും നട്ടുപിടിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടമ്മമാർ മനസ്സ് വെച്ചാൽ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് നമുക്ക് ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുത്തുവിടുക. അവർ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അരിയും ആശുപത്രി ചെലവും ഡ്രസ്സും ഒക്കെ പൈസ ഉണ്ടാക്കട്ടെ. നമുക്കാണെങ്കിൽ കറി വെക്കാനുള്ള ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് കുടുംബം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് ഞാൻ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നട്ട പോലെ നട്ടിട്ട് ക്യാബേജ് വിളവെടുത്തു, തക്കാളി, വെണ്ട, ഇനി വിളവെടുത്ത് കൊണ്ടേയിരിക്കുന്നു, താങ്ക്സ് ഇത്താന്നൊക്കെ പറഞ്ഞ് എത്രയോ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരെ ഞാൻ നട്ട പോലെയാണല്ലോ നടുന്നത്. അതുകൊണ്ട് വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാണ്. കരിയില ഞാൻ കളയലേ ഇല്ല. രാവിലെ എഴുന്നേറ്റാലും മുറ്റത്ത് കരിയില കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പോലും. കാരണം അടിച്ചു വാരിയിട്ട് ചാക്കിലാക്കിയിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, പിന്നെ ഭർത്താവ് വയ്ക്കുന്നു എന്ത് പറ്റിയെന്ന്. കാരണം കരിയില മുഴുവനും അടിച്ചു വാരി ചാക്കിലാക്കുന്നു, പരിസരം മൊത്തം വൃത്തി. അതൊക്കെ കാരണക്കാർ ഞാൻ ആണെന്ന് അറിഞ്ഞത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കേരളക്കാർ മാത്രമല്ല, ലക്ഷദ്വീപുകാരും അതുപോലെ ചെയ്യുന്നുണ്ട്. കുറേ പേര് എനിക്ക് കമൻറ്റ് വന്നു. അപ്പോൾ എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വിളവെടുപ്പ് വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.